നമസ്കാരം വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിക്സഡ് റേറ്റ് ബോണ്ട്സ് എന്താണെന്നും അവ എങ്ങനെയാണ് നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം നൽകുന്നതെന്നും കണ്ടു. എന്നാൽ വിപണിയിലെ പലിശ നിരക്കുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ലാഭവും മാറുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ എന്നും അവയുടെ തരങ്ങൾ, ഗുണങ്ങൾ, പരിമിതികൾ എന്നിവ മനസ്സിലാക്കാം. സാധാരണ ബോണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ പലിശ നിരക്ക് സ്ഥിരമല്ല. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇവയുടെ വരുമാനത്തിലും മാറ്റം വരും. പലിശ നിരക്ക് കൂടുന്ന സമയത്ത് എങ്ങനെ ഈ ബോണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് നേട്ടമുണ്ടാക്കാം, ആർക്കൊക്കെ ഇതിൽ നിക്ഷേപിക്കാം, നമുക്ക് വിശദമായി നോക്കാം. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ എന്നത് പലിശ നിരക്ക് സ്ഥിരമല്ലാത്തതും എന്നാൽ ഒരു മാനദണ്ഡ നിരക്കിനെ അഥവാ ബെഞ്ച്മാർക്ക് റേറ്റിനെ അടിസ്ഥാനമാക്കി മാറിക്കൊണ്ടിരിക്കുന്നതുമായ കടപ്പത്രങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ് എന്നിവ ഇതിലുള്ള പൊതുവായ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനർത്ഥം ഈ ബോണ്ടുകളിൽ നിന്നുള്ള വരുമാനം കൃത്യമായ ഇടവേളകളിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇത് നിലവിലെ വിപണി സാഹചര്യങ്ങളെ അവ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. പലിശ പേയ്മെന്റുകളെ നിലവിലുള്ള നിരക്കുകളുമായി പൊരുത്തപ്പെടുത്തുന്നതിലൂടെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ റീറ്റെയിൽ നിക്ഷേപകർക്കും സ്ഥാപന നിക്ഷേപകർക്കും ഒരുപോലെ അയവുള്ള ഒരു നിക്ഷേപ മാർഗം പ്രദാനം ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ അവയുടെ പലിശ പേയ്മെന്റുകളെ വിപണിയിലെ മാനദണ്ഡ നിരക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ബോണ്ടിന്റെ പലിശ നിരക്ക് RBI റിപ്പോ റേറ്റ് പ്ലസ് 2% മാർജിൻ എന്ന നിലയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ റിപ്പോ റേറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ബോണ്ടിന്റെ പലിശ പേയ്മെന്റും വർദ്ധിക്കും. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ബോണ്ട് ഉടമയുടെ വരുമാനം ക്രമീകരിക്കപ്പെടുന്നു എന്നത് ഈ സംവിധാനം ഉറപ്പാക്കുന്നുണ്ട്. ഇത് പണപ്പെരുപ്പത്തിൽ നിന്നും പലിശ നിരക്കിന്റെ അസ്ഥിരതയിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. എന്നിരുന്നാലും മാനദണ്ഡ നിരക്കുകൾ കുറയുകയാണെങ്കിൽ വരുമാനവും കുറയാമെന്നത് ഇതിന്റെ മറ്റൊരു വശമാണ്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ എങ്ങനെയാണ് ലാഭം നൽകുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഇവിടെ ബോണ്ടിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റിനോട് 2% അധികം കൂട്ടി ലഭിക്കുന്ന രീതിയിലാണ്. അതായത് വിപണിയിലെ റിപ്പോ റേറ്റ് 6% ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആകെ പലിശ 8% ആയിരിക്കും. ഇനി വിപണിയിൽ പലിശ നിരക്ക് വർദ്ധിക്കുകയും റിപ്പോ റേറ്റ് 7% ഉയരുകയും ചെയ്താൽ നിങ്ങളുടെ ബോണ്ടിലെ പലിശയും താനെ 9% വർദ്ധിക്കും. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭത്തിലും മാറ്റം വരുന്ന ഈ സവിശേഷതയാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളെ ഒരു ഡൈനാമിക് നിക്ഷേപ മാർഗമാക്കി മാറ്റുന്നത്. ഇതിലൂടെ വിപണിയിലെ ഏറ്റവും പുതിയ പലിശ നിരക്കിന് അനുസരിച്ചുള്ള വരുമാനം നിക്ഷേപകർക്ക് എപ്പോഴും ഉറപ്പാക്കാൻ സാധിക്കുന്നു. ബോണ്ട് പുറത്തിറക്കുന്നവർ അഥവാ ഇഷ്യൂവർ ഉപയോഗിക്കുന്ന ബെഞ്ച്മാർക്ക് റേറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളെ തരംതിരിക്കാം. ഇതിൽ ഒന്നാമത്തേത് സർക്കാർ പുറത്തിറക്കുന്ന FRNകളാണ്. സർക്കാർ ഗ്യാരണ്ടി ഉള്ളതിനാൽ ഇവ കുറഞ്ഞ റിസ്ക് ഉള്ള നിക്ഷേപങ്ങളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തേത് കോർപ്പറേറ്റ് പുറത്തിറക്കുന്ന FRNകളാണ്. സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കുന്ന ഇവ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്തേക്കാമെങ്കിലും അല്പം റിസ്ക് കൂടുതലാണ്. മൂന്നാമത്തേത് ബെഞ്ച്മാർക്ക് അധിഷ്ഠിത FRNകളാണ്. ഇവയുടെ പലിശ നിരക്ക് RBI റിപ്പോ റേറ്റ്, മിബോർ അല്ലെങ്കിൽ ലിബോർ തുടങ്ങിയ മാനദണ്ഡങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നാലാമത്തേത് ഫിക്സഡ് മാർജിൻ FRNകളാണ്. ഇതിൽ ബെഞ്ച്മാർക്ക് നിരക്കിന് പുറമെ ഒരു നിശ്ചിത അധിക ലാഭം അഥവാ ഫിക്സഡ് മാർജിൻ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ നിരവധി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് പല നിക്ഷേപകർക്കും ഇവയെ പ്രിയപ്പെട്ട തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നുണ്ട്. ഒന്നാമതായി, പണപ്പെരുപ്പത്തിനെതിരെ ഇത് സംരക്ഷണം നൽകുന്നു എന്ന് തന്നെയാണ്. മാനദണ്ഡ നിരക്കുകൾ ഉയരുന്നതിനനുസരിച്ച് വരുമാനവും ക്രമീകരിക്കപ്പെടുന്നതിനാൽ ഇത് നിങ്ങളുടെ പർച്ചേസിംഗ് പവർ സംരക്ഷിക്കുന്നു. രണ്ടാമതായി, വിപണിയോട് പൊരുത്തപ്പെടുന്ന വരുമാനം ഇത് ഉറപ്പാക്കുന്നു എന്നതാണ്. പലിശ പേയ്മെന്റുകൾ നിലവിലെ വിപണി സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വഴി നിക്ഷേപത്തിൽ സുതാര്യത നിലനിൽക്കുന്നു. മൂന്നാമതായി, സ്ഥിരവരുമാന സെക്യൂരിറ്റികൾ കൂടുതലുള്ള ഒരു പോർട്ട്ഫോളിയോയ്ക്ക് സന്തുലിതാവസ്ഥ നൽകാൻ ഈ ബോണ്ടുകൾ സഹായിക്കുന്നു. അവസാനമായി, സർക്കാർ പുറത്തിറക്കുന്ന FRNകൾ വളരെ സുരക്ഷിതമായ നിക്ഷേപങ്ങളായി കണക്കാക്കപ്പെടുന്നു എന്നതിനാൽ ഇതിൽ വീഴ്ച വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾക്ക് നിരവധി നേട്ടങ്ങളുണ്ടെങ്കിലും അവയ്ക്ക് ചില പരിമിതികളും ഉണ്ട്. ഒന്നാമതായി, പലിശ നിരക്കിലെ അനിശ്ചിതത്വമാണ്. മാനദണ്ഡ നിരക്കുകൾ അഥവാ ബെഞ്ച്മാർക്ക് റേറ്റ് കുറയുകയാണെങ്കിൽ ഈ ബോണ്ടുകളിൽ നിന്നുള്ള വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ഇതിലെ സങ്കീർണത തന്നെയാണ്. പുതിയതായി നിക്ഷേപം നടത്തുന്നവർക്ക് ബെഞ്ച്മാർക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായേക്കാം. മൂന്നാമതായി, കുറഞ്ഞ പ്രവചനക്ഷമതയാണ്. ഫിക്സഡ് റേറ്റ് ബോണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളിൽ നിശ്ചിത വരുമാനം ഉറപ്പു നൽകാൻ കഴിയില്ല. അവസാനമായി, ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ തന്നെയാണ്. സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കിയ ചില ഫ്ലോട്ടിംഗ് ബോണ്ടുകൾ വിപണിയിൽ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ സാധിക്കണമെന്നില്ല.
RBI സേവിങ്സ് ബോണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നികുതിക്ക് വിധേയമാണ്. നിങ്ങളുടെ ആകെ വാർഷിക വരുമാനം ഏത് ടാക്സ് സ്ലാബിലാണോ വരുന്നത് അതിനനുസരിച്ച് ഈ പലിശയ്ക്കും നിങ്ങൾ നികുതി അടയ്ക്കേണ്ടതുണ്ട്. പലിശ നൽകുന്ന സമയത്ത് തന്നെ നിശ്ചിത ശതമാനം TDS കുറയ്ക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റ് നികുതി ഇളവുകൾ അർഹതയുണ്ടെങ്കിൽ അത് അപേക്ഷ സമയത്ത് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇൻകം ടാക്സ് നിയമപ്രകാരം ഈ വരുമാനത്തിന് പൂർണ്ണമായും നികുതി ബാധകമാണ്. കൂടാതെ സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവുകൾ ഈ ബോർഡുകൾക്ക് ലഭ്യമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് ചില പ്രധാന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബോണ്ടുകൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തവയാണ്, അതായത് നോൺ ട്രാൻസ്ഫറബിൾ ആണ്. ഇവ മറ്റൊരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേരിലേക്ക് മാറ്റാൻ കഴിയില്ല. കൂടാതെ ബാങ്ക് ലോണുകൾക്കായി ഇവ ഈട് വസ്തുവായി അഥവാ കൊളാട്രൽ സെക്യൂരിറ്റിയായി ഉപയോഗിക്കാനും സാധിക്കില്ല. ഈ ബോണ്ടുകളിൽ നിന്നുള്ള പലിശ വരുമാനത്തിന് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതി ബാധകമാണ്. ഓരോ വർഷം ജനുവരി 1 ജൂലൈ 1 കൃത്യം 6 മാസ ഇടവേളകളിലാണ് പലിശ നൽകാറുള്ളത്. ഈ നിക്ഷേപത്തിന് 7 വർഷത്തെ ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട്. മുതിർന്ന പൗരന്മാർക്ക് മാത്രമേ നിക്ഷേപ കാലയളവിനുള്ളിൽ ഭാഗികമായി പണം പിൻവലിക്കാൻ അനുവാദമുള്ളൂ. കൂടാതെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഈ ബോണ്ടുകളിൽ നിക്ഷേപിക്കാൻ അർഹതയില്ല എന്ന കാര്യം കൂടി നിക്ഷേപകർ അറിഞ്ഞിരിക്കണം.